അപ്പോൾ ഗൈസ് ഒരുവിധം ഞാൻ എല്ലാ കണ്ണെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് എത്രത്തോളം ഇതാവുമെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് നോക്കാം. ഇതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കട്ടെ. ഇതിൻ്റെ മുക്കാണ് തച്ച് ഇനി ബാക്കിയെല്ലാം തച്ചിട്ട് കാണാം. അല്ലാതെ ശരിയാവില്ല, കുറച്ച് സമയം പിടിക്കും. അപ്പം ഇനി തച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞാൻ പകുതി വരെ തച്ച്. എനിക്കിത് ഇന്ന് തന്നെ തച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ വരും, അതുപോലെ ഉണ്ടോ ഇല്ലയെന്ന് കാണണമെന്നൊരാഗ്രഹം കാണുമല്ലോ. എനിക്കങ്ങനെ ഇന്ന് തന്നെ എനിക്കിത് തച്ച് നോക്കണം, തച്ച് കാണണം. ഫുള്ള് എനിക്കങ്ങനെ തയ്യൽ അറിഞ്ഞൂടാ, കറക്റ്റ് ലെവലിൽ നിന്നുള്ള ഞാൻ തയ്ക്കണം. അപ്പോൾ പക്ഷേ എനിക്ക് തച്ചില്ല. അപ്പോൾ ആ ഫസ്റ്റ് ടൈം ഇപ്പം എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ കുഴപ്പങ്ങൾ എന്തായാലും ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പകുതി വരെയൊക്കെ തച്ച് കാണിച്ചുതരാം. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം തച്ച്, ബാക്കും തച്ച്. ഫ്രണ്ട് ഇങ്ങനെയാണ്, കാണുന്നില്ലല്ലേ, ഇങ്ങനെയാണ് കണ്ട, ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് എന്ന് വെച്ചാലേ. ഇങ്ങനെ വരും. ഫ്രണ്ട് അല്ല, ഫുള്ള് തച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഫ്രണ്ട് തച്ച്, ഇത് കുറച്ചുണ്ട് പരിപാടി. ബാക്കും തച്ച്, ബാക്കും കഴുത്ത് തച്ച്. പക്ഷേ കഴുത്ത് ഇത്തിരി വലുതായി പോയോ എന്നൊരു ഡൗട്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. രണ്ടും കൊണ്ട് തച്ച് എന്താവോ എന്തോ, എന്തായാലും നമുക്ക് നോക്കാം. അത്രേ എനിക്ക് ഇപ്പം പറയാനുള്ളൂ. എന്തായാലും ഇത് ഫുള്ളൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. ഇതിൻ്റെ ഇടയ്ക്ക് ഈ തയ്ക്കണമൊന്നും കാണിക്കാത്തെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം തയ്ക്കണോണ്ട്, എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഫസ്റ്റ് ടൈം തയ്ക്കണം. അത് മാത്രമല്ല എനിക്ക് തയ്ച്ച് പരിചയമൊന്നുമില്ല. അപ്പോൾ അതിൻ്റേതായ കുഴപ്പങ്ങളുണ്ട്. അപ്പം ഞാൻ വീഡിയോ ഒക്കെ നോക്കിയാണ് തയ്ക്കണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വന്ന് ഇങ്ങനെയൊക്കെ പറയണം. അപ്പോൾ അവസാനം ഇനി കുറച്ചും കൂടെയൊക്കെ തച്ചിട്ടൊക്കെ കാണാം. അപ്പോൾ നോക്കാം. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മെഷീൻ പണി തരുന്നുണ്ട്. പഴയ മെഷീനാണ്, ഒരുപാട് വർഷമായി മെഷീൻ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ തയ്ച്ച് എനിക്ക് സ്വന്തമായി തുണിയൊക്കെ തച്ച് നോക്കണം. അപ്പോൾ അതുകൊണ്ട് പഴയ മെഷീനുകളായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പണി തരുന്നുണ്ട്. അത് ശരിയാക്കിയിട്ടൊക്കെ വരുമ്പോൾ കുറേ താമസിക്കും. ഒന്നാമതേ ഫസ്റ്റ് ടൈം തയ്ക്കുന്നതുകൊണ്ട് താമസം, അതിൻ്റെ കൂടെ മെഷീൻ കംപ്ലൈൻ്റ് ആകുമ്പോൾ അതിൻ്റെ താമസം. എന്തായാലും നമുക്ക് നോക്കാം. ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് കാണാം. ഇതും തച്ച് തരുന്നില്ല. സിബ് എൻ്റെ മമ്മി തച്ചിരുന്നു, എനിക്കറിയാൻ വയ്യ. ഞാൻ വെച്ചിട്ട് ശരിയാവില്ല. ഇനി ഇതും കൂടെ കഴിഞ്ഞിട്ട് ഷേപ്പ് കൂടെ അടിച്ചാൽ എൻ്റെ ടോപ്പ് ശരി നോക്കാം. അപ്പോൾ ഗൈസ് സക്സസ്ഫുള്ളി ഉടുപ്പ് സെറ്റാക്കി. അമ്മ സിബ് സെറ്റാക്കി, സിബ് കിട്ടി ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ട് വല്ലതിനായിട്ട് കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. അപ്പോൾ ഇതിൻ്റെ വീഡിയോ മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഞാൻ വിചാരിച്ച് എന്തായാലും പാവാടയും കൂടെ ഇതിൻ്റെ കൂടെ ഇടാം. തയ്ക്കണമെന്നില്ല, ലാസ്റ്റ് തയ്ച്ചിട്ട് കാണിച്ചു. ഇതാണ് പാവാട തയ്ക്കാമെന്ന് വിചാരിച്ച് വെച്ചേക്കണം. ഒരു മുണ്ട കുറേ നാൾ കൊണ്ട് അമ്മ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നുണ്ട്. എന്താവുമ്പോൾ നോക്കാം. അപ്പം അതൊക്കെ തച്ചിട്ട് കാണാം. തച്ച് തീർക്കാനായിട്ട് സമ്മതിക്കില്ല, പണി തന്ന മിഷ്യൻ. അമ്മതാ അമ്മയിരുന്ന് നോക്കണം. ശരിയാവുമെങ്കിൽ ഇന്നത്തേന് കാണിക്കും, ശരിയായില്ലെങ്കിൽ അത് എന്തെങ്കിലും കാണിക്കും. വേറെ മാർഗമില്ല, സങ്കടം വരണം. അപ്പോൾ ഗൈസ് ഏകദേശം ഉടുപ്പും പാവാടയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനലി എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ നാളത്തെ വീഡിയോ കാണിക്കാം കേട്ടോ. കാരണം ചെറിയൊരു മിനുക്ക് പരിപാടിയൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ചെറുതായിട്ട് വെച്ച സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അപ്പോൾ സിബ് വെച്ച് ഞാൻ മാറ്റി
ഹുക്ക് തച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ കുറച്ച് പരിപാടി, ബാക്കിയെല്ലാം ഓക്കെ സെറ്റാണ്. പാവാടയും സെറ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി ഫുൾ ലുക്ക് ഞാൻ നാളത്തെ വീഡിയോ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ 2 ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഒരുമിച്ച് വെച്ച. ഇന്നലെ ആണെങ്കിൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. എനിക്ക് പല്ലുവേദനയായിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ പിന്നെ ആ കിടന്നതിന് ശേഷം പിന്നെ എപ്പോഴും എണീച്ചാണ് ബാക്കി ഞാൻ ഉടുപ്പും പാവാടയൊക്കെ സെറ്റാക്കിയത്. അപ്പോൾ ആ 2 ദിവസത്തെ വീഡിയോ കൂടെ ഒരുമിച്ചായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. നാളത്തെ വീഡിയോയിൽ ഫൈനൽ ഔട്ട്പുട്ട് കാണിച്ചു തരാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.